ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു ചെറിയ വണ്ടി എടുക്കാനാട്ടോ. അപ്പൊ ഇവിടെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെയുള്ള കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു വണ്ടികൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെയൊക്കെ റേറ്റ് ഒരു 1500 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. കുറഞ്ഞതും കൂടിയതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജീപ്പ് കാറ്റഗറി, വലിയ വലിയ കാർ, ഓട്ടോമാറ്റിക് അല്ലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാർ, മാളിലും ഒക്കെ കാണാറുണ്ടല്ലോ, അങ്ങനത്തെ ജീപ്പും കാറുകളൊക്കെയാണ് ഇതുള്ളത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച കുഞ്ഞു കുഞ്ഞ് ടോയ് കാർ, നമ്മൾ ഉരുട്ടി ലൈറ്റൊക്കെ കത്തുന്ന അങ്ങനത്തെ ടോയ്സ് ആണ്. ഒരു 1400 1500 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വലിയ കാറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് 6 രൂപയുടെ തൊട്ട് താഴെയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത്. പിന്നെ അതുപോലെ 17,000 രൂപ വരെയുള്ള മോഡലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് തോന്നിയത്. അതേപോലെ നമ്മൾ എന്താ പറയുക, ഓൺലൈനിലൊക്കെ ഉള്ള അതേപോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ഇതിനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. 6 months മുതൽ 10 months വാറണ്ടി ഒക്കെ ഉള്ള ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ R15 കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 8K മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10K 8K റേഞ്ചിലൊക്കെയാണ് ഈ വണ്ടികളുള്ളത് കേട്ടോ. അപ്പം വേണ്ടല്ലോ, ഈ ഫസ്റ്റ് കണ്ട വണ്ടിയാണ്. ഫസ്റ്റ് ചെറിയ വണ്ടികളാകുമ്പോൾ 5 റുപ്യേൻ്റെ അടുത്തൊക്കെയാണ്, 5,700 5,800 അങ്ങനെ എന്താണ് സ്റ്റാർട്ടിങ് വരുന്നത് തോന്നുന്നു. പിന്നെ സൈക്കിളും, വലിയ സൈക്കിളും കാര്യങ്ങളും. അപ്പോൾ നമ്മളെടുത്ത വണ്ടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു ബ്ലാക്ക് കളറാണ് നമ്മളെടുത്ത്. നല്ല രസമുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാട്ടൊക്കെ കേൾക്കാം, USB, ബ്ലൂടൂത്ത് അങ്ങനത്തെ കണക്റ്റിവിറ്റി. ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ ഇതിന് ഏകദേശം ഒരു 700-800 റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ബൈക്ക് ഞാൻ കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റ് തോന്നി, നല്ല ആക്സലേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഷോപ്പ് വരുന്നത്. ഇത് ഫറൂഖ് ചുങ്കത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവിടേക്ക് നോക്കാം. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ബഡ്ജറ്റ് ലെവലിലാണ് ഇവർ, റീസണബിൾ ആയ പ്രൈസിലാണ് ഇവർ വിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം.